ഹായ്, ദിസ് ഈസ് മാറൂഫ് ദ സെയിൽസ് മാസ്റ്റർ. നിങ്ങൾ ഒരു സെയിൽസ് പേഴ്സണോ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഓണറോ ബിസിനസ് ഡെവലപ്മെൻറ്റ് ടീമിലോ അംഗമാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഒരു സെയിൽ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? മറ്റൊരാളുടെ പോക്കറ്റിലിരിക്കുന്ന പൈസയെ ഒരു വാല്യൂ കൊടുത്തുകൊണ്ട് നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്ന ഒരു മാന്ത്രിക വിദ്യയാണ് സെയിൽസ് എന്നുള്ളതിൻ്റെ ഏറ്റവും ചുരുക്കം. ഒരുപാട് ക്രൈറ്റീരിയകളുണ്ട് ഇതിൽ. നമുക്ക് ഓരോ ദിവസവും ഓരോ കാര്യങ്ങളായി ഡിസ്കസ് ചെയ്യാം. പലപ്പോഴും സെയിൽസിൽ സംഭവിക്കുന്ന ഒരു റിജക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ വില വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. ശരിയല്ലേ? ഇവിടെ ഒരു സെയിൽസ് പേഴ്സൺ, ഒരു സെയിൽസ് മാൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തങ്ങൾ ഒരു പ്രൈസ് ക്ലയൻറ്റിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നതിന് മുന്നേ എന്താണ് താങ്കൾ വാല്യൂ ആയി ക്ലയൻറ്റിന് കൊടുക്കുന്നത് എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ധാരണ ആ വാങ്ങുന്ന ആൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ടീച്ച് എന്ന് പറയും അതിനെ. നിങ്ങൾ എന്താണോ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന പ്രോസ്പെക്റ്റിന് വാല്യൂ കൊടുക്കുന്നത് അത് അദ്ദേഹത്തിന് വളരെ കൃത്യമായിരിക്കണം. കാരണം ഇന്നത്തെ മാർക്കറ്റിൽ നമ്മുടെ പ്രൊഡക്റ്റ് തന്നെ അല്ലെങ്കിൽ നമ്മുടെ സർവീസ് തന്നെ പല ആളുകളും കൊടുക്കുന്നുണ്ടാവും. സോ അപ്പോൾ ഒരുപാട് കൊട്ടേഷൻ വരുമ്പോൾ ഇവർക്ക് പ്രൈസ് കുറവുള്ളതിലേക്ക് പോകാനൊരു ടെൻഡൻസി ഉണ്ടാവും ആസ് യൂഷ്വൽ. ഇവിടെ ഒരു നല്ല സെയിൽസ് പേഴ്സൺ ചെയ്യേണ്ടത് എന്താണ് താൻ കൊടുക്കുന്ന വാല്യൂ എന്നുള്ളത് വളരെ വ്യക്തമായി, ദ സ്കോപ്പ് ഓഫ് വർക്ക് വിൽ ബി ക്ലിയർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്ലൈന്റ് എന്നുള്ളതാണ്. ഇത് കാണുമ്പോൾ, ഇത് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് വാല്യൂ മനസ്സിലാവുകയും ആ പ്രൈസ് കമ്പാരിസണിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മുന്നോട്ട് കയറി വരാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഓപ്പോസിഷൻ നിൽക്കുന്ന ഒരാൾ കൊടുത്തിരിക്കുന്ന പ്രൈസിനേക്കാൾ കൂടുതലാണ് നിങ്ങളുടെ പ്രൈസ്, ബട്ട് നിങ്ങൾ അവർ കൊടുത്തതിനേക്കാൾ സർവീസ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദ പ്രൈസ് വിൽ ബി ഹൈ, ഷുവർ. അതുപോലെ മറ്റൊരു കമ്പനി ചിലപ്പോൾ അതിൻ്റെ വാറണ്ടി കൊടുക്കുന്നുണ്ടായിരിക്കില്ല, പക്ഷെ നിങ്ങൾ യു ആർ പ്രൊവൈഡിങ് ദ വാറണ്ടി ഫോർ ദിസ് സർവീസ് ഓർ ദിസ് പ്രൊഡക്റ്റ്, സോ ദ പ്രൈസ് വിൽ ബി ഹൈ. സോ ഇങ്ങനെ ഏത് ക്രൈറ്റീരിയ വെച്ച് അളന്നാലും നിങ്ങളുടെ പ്രൈസ് കൂടുതലാണെന്ന് പറയുന്ന ആളുടെ മുന്നിലേക്ക് ആദ്യം പ്രൈസ് പറയുന്നതിന് മുന്നേ നിങ്ങൾ എന്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി അവർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ മനസ്സിലാക്കി കൊടുക്കാൻ ഒരു സെയിൽസ് പേഴ്സണ് സാധിക്കണം എന്നുള്ളതാണ് ദ ഫസ്റ്റ് തിങ്ക്. സോ അങ്ങനെ ആ ക്ലയൻറ്റിന് തങ്ങൾ കൊടുക്കുന്ന വാല്യൂ വളരെ കൃത്യമായി സർവീസും പ്രൊഡക്റ്റും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൈസ് കൂടുതലാണ് എന്ന് പറയുന്ന ആ ഒരു റിജക്ഷൻ നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കൂ. ലെറ്റ്സ് സീ. ഹാവ് എ നൈസ് ഡേ. എൻജോയ് ദ ലൈഫ്. ടേക്ക് കെയർ.